DNA ജീവന്റെ അടിസ്ഥാന കോഡ്. ഓരോ ജീവിവർഗത്തെയും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ജനിതക ശാസ്ത്രം പഠിക്കുന്നു. സങ്കീർണമായ പ്രോട്ടീനുകളാണ് ഇത് രൂപപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്നാണ് ശാസ്ത്രലോകം ആദ്യം കരുതിയത്. എന്നാൽ ഡബിൾ ഹെലിക്സിൻ്റെ കണ്ടുപിടുത്തം അത് തിരുത്തി. DNA ആണ് ജീവന്റെ യഥാർത്ഥ ബ്ലൂ പ്രിന്റ് എന്ന് അത് തെളിയിച്ചു. ജനിതക ശാസ്ത്രം ഡബിൾ ഹെലിക്സ് ഘടന കണ്ടെത്തിയത് വിപ്ലവകരമായിരുന്നു. ജീവൻ എങ്ങനെ വിവരങ്ങൾ തലമുറകളിലേക്ക് കൈമാറുന്നുവെന്നും നിലനിൽക്കുന്നുവെന്നും അത് ശാസ്ത്രത്തിന് വ്യക്തമാക്കി കൊടുത്തു. ശാസ്ത്രം എന്നത് സത്യത്തിലേക്കുള്ള നിഷ്പക്ഷമായ ഒരു ജാലകമാണെന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യൻ്റെ ഈഗോ ആ ജാലകത്തെ മറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2025 നവംബർ 6 അന്തരിച്ച അമേരിക്കൻ മോളിക്കുലാർ ബയോളജിസ്റ്റും ജനിതക ശാസ്ത്രജ്ഞനുമായ ജെയിംസ് വാട്സൺ ശാസ്ത്രലോകത്ത് നമുക്ക് സുപരിചിതനായ വ്യക്തിയാണ്. 1953 ജെയിംസ് വാട്സൺ ഫ്രാൻസ് ക്രിക്കും ചരിത്രം വാഴ്ത്തിയ ശാസ്ത്ര പ്രതിഭകളായി മാറുന്നത്. അവരാണ് പൂർണ്ണമായും ആ ഡബിൾ ഹെലിക്സ് ഘടന കണ്ടെത്തിയത് എന്നായിരുന്നു ലോകം കരുതിയത്. എന്നാൽ ആ വിജയത്തിന് പിന്നിൽ തമസ്കരിക്കപ്പെട്ട ഒരു പേരുണ്ടായിരുന്നു: റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. ജീവന്റെ ചുരുൾ ഘടന, ഹെലിക്സ് സ്ട്രക്ചർ ആദ്യമായി തെളിയിച്ചത് അവരുടെ ഫോട്ടോ 51 ആയിരുന്നു. പക്ഷേ അനുവാദമില്ലാതെ ആ അറിവ് കവർന്നെടുക്കപ്പെട്ടു. അവർ വിസ്മൃതിയിലായി. മറ്റുള്ളവർ ആ അടിത്തറയിൽ പ്രശസ്തി നേടി. കഥ അവിടെ തീരുന്നില്ല. നമ്മൾ ആഘോഷിച്ച ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെയുമെല്ലാം ഡയറക്ടറായിരുന്ന വാട്സൺ തന്നെ പിൽക്കാലത്ത് ജനിതകശാസ്ത്രത്തെ വംശീയ ഭാവനകളാൽ വികസിപ്പിച്ചു. ചില വംശത്തിന് മറ്റു ചില വംശങ്ങളെക്കാൾ ശ്രേഷ്ഠത ഉണ്ടെന്ന് അദ്ദേഹം ജനിതകശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാദിച്ചു. വെള്ളക്കാരൻ്റെ ആവറേജ് ബുദ്ധിയേക്കാൾ കുറവാണ് ഒരു ആഫ്രിക്കക്കാരൻ്റെ ബുദ്ധിയെന്ന് അദ്ദേഹം വാദിച്ചു. ജീവന്റെ രഹസ്യം കണ്ടെത്തിയ മനുഷ്യന് സഹജീവിയുടെ അന്തസ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈസ് സയൻസ് ന്യൂട്രൽ? വെൽക്കം SIO കേരള നടത്തുന്ന ഉഫുക് സയൻസ് ആൻഡ് ടെക്നോളജി ഫെസ്റ്റിലേക്ക്.